വീട്ടിൽ നിൽക്കും കൂട്ടുകാരും വരുന്നേ, യേശുവിന്റെ ദൂതുകളേന്തി നിങ്ങൾക്കരികിൽ വരുന്നേ. വീട്ടിൽ നിൽക്കും കൂട്ടുകാരും വരുന്നേ, യേശുവിന്റെ ദൂതുകളേന്തി നിങ്ങൾക്കരികിൽ വരുന്നേ. അയ്യോ, എനിക്ക് പോകാനുള്ള സമയമായി. ഡ്യൂട്ടി ഏൽപ്പിക്കാൻ സൂര്യൻ ചേട്ടനെയും കാണാനില്ലല്ലോ. എന്തു ചെയ്യും? എന്തായാലും ഒന്ന് പോയി നോക്കാം. ചേട്ടാ, സൂര്യൻ ചേട്ടാ. അയ്യോ, എന്തൊരു ഉറക്കായത്. സൂര്യൻ ചേട്ടാ, എഴുന്നേൽക്ക്, എനിക്ക് പോകാൻ സമയമായി. പെട്ടെന്ന് എഴുന്നേൽക്ക്. ഇന്ന് ഞാൻ എഴുന്നേൽക്കുന്നില്ലടാ, നീ പൊക്കോ. ഞാൻ ഇന്ന് ലീവാ. ചേട്ടൻ എന്താ ഈ പറയുന്നേ? ലീവോ? അപ്പോ ഭൂമിയിൽ വെളിച്ചം വേണ്ടേ? അയ്യോ ചേട്ടൻ, ഇത് എന്തു പറ്റി? എനിക്ക് മടുത്തടാനിയ. എന്തു പറ്റി ചേട്ടാ? എന്താ ഇത്ര വിഷമം? പറ. നിനക്കെന്തറിയാം? നീ ഇപ്പൊ പോയാൽ പകൽ ഇവിടെ നടക്കുന്ന എന്തെങ്കിലും നീ അറിയുന്നുണ്ടോ? രാവിലെ മുതൽ ഞാൻ കേൾക്കുന്ന ചീത്ത വാക്കുകൾക്ക് കണക്കില്ല. ഞാനെന്തോ വലിയ തെറ്റ് ചെയ്ത പോലെയാ മനുഷ്യരുടെ വിചാരം. തൽക്കാലം ഇന്ന് ഞാൻ എണീക്കുന്നില്ല. അവരൊന്ന് പഠിക്കട്ടെ. മനുഷ്യൻ എന്താ ചേട്ടന് പറയുന്നത്? ഏത് സമയവും എന്തൊരു ചൂട്. സൂര്യൻ നിന്ന് കത്തുകയല്ലേ. ഈ സ്ഥിതിയായാൽ ഭൂമി നശിക്കുകയേ ഉള്ളൂ എന്നൊക്കെ പറയാൻ ഇനിയൊന്നും ബാക്കിയില്ല. അയ്യോ, അത് മനുഷ്യർക്ക് വിവരമില്ലാഞ്ഞിട്ടല്ലേ ചേട്ടാ? അവരാണ് ഭൂമി നശിപ്പിക്കുന്നതെന്ന് ആ വിഡ്ഢികൾ മനസ്സിലാക്കുന്നില്ല. ഞാനില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അവരൊന്ന് മനസ്സിലാക്കട്ടെ. ബുദ്ധിയില്ലാത്ത മനുഷ്യന്മാരുടെ സംസാരം കേട്ടിട്ട് ബുദ്ധിയുള്ള ചേട്ടൻ ഇങ്ങനെ ചെയ്താലോ? ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത്. സൃഷ്ടികർത്താവിനെയാണ് നമ്മളെ അനുസരിക്കേണ്ടത്. പറഞ്ഞില്ലാന്ന് വേണ്ട. അതുകൊണ്ട് ചേട്ടൻ വാശി കളകി എഴുന്നേക്ക്. അതും ശരിയാ. ദൈവത്തിന്റെ ഇഷ്ടമാണല്ലോ ഞാൻ ചെയ്യേണ്ടത്. നീ വയ്ക്കോ, ഞാൻ എണീറ്റോളാം.
എൻ്റെ ഈശോയെ, ഒരു പുതിയ ദിവസം കൂടി എനിക്ക് തന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ചുറ്റുമുള്ളവർക്ക് അങ്ങയുടെ ശാന്തിയും സമാധാനവും നൽകാൻ എന്നെ അനുഗ്രഹിച്ചാലും എൻ്റെ എല്ലാ പ്രവൃത്തികളും അങ്ങയുടെ ഇഷ്ടത്തിനനുസരിച്ചാവാൻ കൃപയേകണേ. ഗുഡ് മോർണിംഗ്. ഇതെന്തു പറ്റി? വിരിയുന്നില്ലേ? നീ എന്നെ ചുവട്ടിലേക്കൊന്ന് നോക്കിയേ. ഒരു തുള്ളി വെള്ളം കിട്ടിയിട്ട് എത്ര നാളായി. ഞാൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്തു പറ്റി? എനിക്ക് ക്ഷീണം കാരണം വിരിയാൻ പറ്റുന്നില്ല പൂമ്പാറ്റേ. ഓ എന്റെ ദൈവമേ, അങ്ങനെയാണോ? സങ്കടപ്പെടാതെ, ഞാൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന് നോക്കട്ടെ. ഗുഡ് മോർണിംഗ് ബിനോയ്. ഗുഡ് മോർണിംഗ്. സുഖമാണോ പൂമ്പാറ്റക്കുട്ടി? എനിക്ക് സുഖം തന്നെ. പക്ഷേ നമ്മുടെ മുറ്റത്തുള്ള ചെടി മരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണോ? വാ, നമുക്ക് നോക്കാം. കണ്ടോ, വെള്ളം കിട്ടാഞ്ഞിട്ടാണ്. വിഷമിക്കാതെ, ഞാൻ കുറച്ച് വെള്ളം കിട്ടുമോന്ന് നോക്കാം. അമ്മേ, നമ്മുടെ ചെമ്പരത്തിച്ചെടി ഉണങ്ങി കരിഞ്ഞിരിക്കുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. മോനെ, മനുഷ്യർക്ക് കുടിക്കാൻ വെള്ളമില്ല, പിന്നെ എങ്ങനെ ചെടി നനയ്ക്കും? പാത്രം കഴുകുന്ന വെള്ളം കളയല്ലേ അമ്മേ. ഒരു പാത്രം ടാപ്പിന്റെ അടിയിൽ വെച്ചാ മതി. അത് ശരിയാ മോനെ, അമ്മ അത് ഓർത്തില്ല. ബിനോയ്, നീ ഇല്ലെങ്കിൽ ഞാൻ മരിച്ചുപോയേനെ. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ ഇനി എന്നും നിനക്ക് വെള്ളം തരാം. പാത്രം കഴുകുന്ന വെള്ളം അമ്മ ശേഖരിച്ചു വെക്കും. ഞാനിപ്പോ പോട്ടെ, സ്കൂളിൽ പോകാൻ സമയമായി. നമ്മുടെ സ്കൂളിൽ ബിനിയല്ലേ വരുന്നേ? ഓ, പഠിപ്പിസ്റ്റ്, ടീച്ചേഴ്സ് പെറ്റ് ഒക്കെയാണവൻ. വളരെ നല്ല കുട്ടിയെന്ന ലേബലുള്ളവൻ. അവന് നമുക്കൊന്ന് വളച്ചാലോ? അവൻ അങ്ങനെ നല്ല കുട്ടിയായ വത്സണ്ട. വേണോടാ? അവനൊരു പാവം കുട്ടിയല്ലേ. അവന്റെ പേരൻസിന്റെ ആകെ പ്രതീക്ഷയാണവൻ. ആണോ? എന്നാ തീർച്ചയായും വേണം. എനിക്ക് നല്ല കുട്ടികളെ കാണുന്ന പോലും വെറുപ്പാണ്. ചീത്തക്കുട്ടിയെന്ന് കേൾക്കുന്നതിന് സുഖം അവനും അറിയട്ടെ. അവൻ നല്ല ദൈവവിശ്വാസമുള്ള കുട്ടിയാണ്. അത്ര എളുപ്പത്തിലൊന്നും വളച്ചെടുക്കാമെന്ന് നീ കരുതണ്ട. നീ നോക്കിക്കോ, ഞാനത് ചെയ്തിരിക്കും. എടാ ബിനോയെ, ഒന്ന് നിക്ക്. ചേട്ടന്മാരെ, ഞാൻ ഇത്തിരി ലേറ്റായി. സ്കൂൾ ബെൽ അടിക്കാറായി. നീ എന്നും നേരത്തെ എത്തുന്നല്ലേ? ഇന്നൊരല്പം ലേറ്റായ കുഴപ്പമൊന്നുമില്ല. അല്ല, ചേട്ടന്മാരെന്താ ഇവിടെ ഇരിക്കുന്നേ? ഇന്ന് സ്കൂളിൽ പോന്നില്ലേ? ഒരു ദിവസം സ്കൂൾ പോയില്ലെന്ന് വെച്ച് ലോകം അവസാനിക്കൊന്നുമില്ല. അതിലും ഗുണമുള്ള ചില കാര്യങ്ങളാണ് ഞങ്ങൾ ഈ ചെയ്യുന്നത്. നീ ഒന്ന് സ്കൂളിൽ പോകണ്ട. ഞങ്ങളെ കൂടെ കുടിക്കോ? നീ ഇന്ന് സ്കൂളിൽ പോകണ്ടെന്നാ? സോറി ചേട്ടന്മാരെ, എനിക്ക് എന്തായാലും സ്കൂളിൽ പോണം. ഞാൻ പോട്ടെ. അവൻ ഇന്ന് പോട്ടെ. സാവധാനം ഞാൻ അവനെ എന്റെ വഴിയിൽ കൊണ്ടുവരും. എടാ ബിനോയ്, നിക്കടാ. ഇന്ന് ഇവിടെ നീ 5 മിനിറ്റ് ഇരുന്നിട്ട് പോയാ മതി. നിങ്ങൾ ഇന്നും സ്കൂളിൽ പോകുന്നില്ലേ? അതെ, ഞങ്ങളൊരു സ്കൂൾ ക്വിസ് പ്രോഗ്രാമിന് പോവാൻ കമ്പനി സ്റ്റഡിക്ക് ഇരിക്കുക. അതിന് നിങ്ങളുടെ കയ്യിൽ പുസ്തകമൊന്നുമില്ലല്ലോ. ഇതെന്താണെന്ന് അറിയാമോ? ഇത് മൊബൈൽ ഫോൺ അല്ലേ? അതെ. ഇന്റർനെറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ?
ഉണ്ട്. ലോകത്തിലുള്ള എന്ത് വിവരവും അതിലുണ്ട്. ഏത് വിഷയവും നമുക്ക് അതിലൂടെ പഠിക്കാം. ആണോ? അതുകൊണ്ടാണ് ഞങ്ങൾ സ്കൂളിൽ പോകാത്തത്. സ്കൂളിൽ പോയി പഠിക്കുന്നതിലും കൂടുതൽ കാര്യങ്ങളെ നമുക്ക് ഇന്റർനെറ്റിൽ പഠിക്കാം. ഒരു ഫോണും ഇന്റർനെറ്റ് കണക്ഷനും മതി. സ്കൂളും വേണ്ട, പുസ്തകവും ഒന്നും വേണ്ട. എനിക്ക് എന്തായാലും സ്കൂളിൽ പോണം. ഞാൻ പോട്ടെ. ഒട്ടക്കിണറ്റിലെ തവളയെ പോലെ നീ ഇവിടെ കിടന്നോ? നിനക്കതാ നല്ലത്. ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞില്ലേ അവൻ നമ്മുടെ വഴിക്ക് വരില്ലാന്ന്. നീ നോക്കിക്കോ, അവനെ ഞാൻ എന്റെ വഴിക്ക് കൊണ്ടുവരും. ഇനി അവര് പറഞ്ഞതെങ്ങാനോ ശരിയാണോ? ഇന്റർനെറ്റിലൊന്ന് നോക്കാമായിരുന്നു. നമ്മുടെ ചിന്നാമ്മയുടെ ഇരിപ്പ് കണ്ടോ? പാവം, ഇതുവരെ സങ്കടം മാറിയിട്ടില്ല. എങ്ങനെ തീരും? എത്ര നല്ല സന്തോഷമുള്ള കുടുംബമായിരുന്നു. ചിന്നുവിന്റെ ഹസ്ബൻഡ് ഇപ്പോ എവിടെയാണോ എന്തോ. ഈ മനുഷ്യന്മാർക്ക് നക്ഷത്രാമകളെ കൊണ്ട് എന്ത് കാര്യമാണോ ആവോ? അറിയില്ലേ, നക്ഷത്രാമകൾക്ക് വലിയ വിലയാണ് പോലും. അങ്ങനെയാണോ? അതെന്നെ, ടിവിയില് വംശനാശം നേരിടുന്ന നക്ഷത്രാമകളെ കുറിച്ച് വലിയൊരു ഫീച്ചർ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ന്യൂസ് ഒന്നും കാണാറില്ല, ഓൺലി സീരിയൽ. അതാവുമ്പോ വെറുതെ ഇരുന്ന് കരയാലോ. ചിന്നുവിനെ ഈ 3 മക്കളാണ് ഒരാശ്വാസം. ദൈവമേ, എന്റെ മക്കൾ ദുഷ്ടന്മാരെ, എന്നെയും കൂടെ കൊണ്ടുപോടാ. പോവല്ലേ ചിന്നു. ഒന്നുകിൽ എനിക്ക് എന്റെ മക്കളെയും ഭർത്താവിനെയും വേണം, ഇല്ലെങ്കിൽ ഇവർ എന്നെയും കൂടെ കൊണ്ടുപോട്ടെ. തനിയെ പോയില്ല ചിന്നു. പോകാതെ പറ്റില്ല കൂട്ടുകാരി. ഞാൻ തനിയെ ഇനി ഇങ്ങോട്ടൊരു മടക്കമില്ല. മോനെ, പള്ളിയിൽ നിന്ന് വരുമ്പോ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് അമ്മയ്ക്കുള്ള മരുന്നോടി വാങ്ങണേ. മോനെ, നിനക്ക് എന്താ പറ്റിയേ? ഒന്നും കഴിച്ചില്ലല്ലോ, വയ്യേ? വിശപ്പില്ലമ്മേ, തല വേദനിക്കുന്നത് പോലെ. എന്നാ ഇന്ന് മോൻ പള്ളിയിൽ പോവണ്ട. വയ്യെങ്കിൽ എന്ത് ചെയ്യും? അത് വേണ്ട, ഞാൻ പോയി വരാം. ഞാൻ ജീവിതത്തിൽ ആദ്യമായി അമ്മയോട് കള്ളം പറഞ്ഞു. ഇന്ന് ചേട്ടന്മാരുടെ കൂടെ പോവാതിരുന്നാലോ? വേഗം സമയം പോയി. ചേട്ടന്മാരെ, ഞാൻ വരുന്നില്ല. അമ്മയോട് ആദ്യമായിട്ടാണ് ഞാൻ കള്ളം പറഞ്ഞത്. മനസ്സിനൊരു സുഖവുമില്ല. ഓ, അവന്റെ ഒരു പുന്നാരം. ഈ വിഷമമൊക്കെ ടൗണിലെ കാഴ്ചകൾ കാണുമ്പോ മാറിക്കോളൂ. ആരെയും കാണുന്നില്ലല്ലോ. ദൈവമേ, ആ ദുഷ്ടന്മാര് എങ്ങോട്ടാണോ പോയത്? അവസാനം ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. എത്ര നാളായി ഒരു ആമയെ തേടി നടക്കുന്നു.
ജീവന്റെ ഒരു ഓട്ട മത്സരം. അങ്ങനെ അങ്ങ് പോയാലോ? നിൽക്കാനല്ലേ പറഞ്ഞേ? നിൽക്കാനല്ലടാ, ചാവാനാ പോകുന്നത്. എന്താ നീ വരുന്നോ? അയ്യോ സോറി. എന്ത് പറ്റി? എന്തിനാ കരയുന്നേ? എന്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ചേച്ചി കരയാതെ. ഒരു വലയുമായി ആരെങ്കിലും ഇതിലെ പോയോ? വലയുണ്ടോ എന്നറിയില്ല. ഒരു ജീപ്പിൽ 2 പേർ ഇതുവഴി പോയിട്ടുണ്ട്. എന്താ കാര്യം? ചേച്ചി കരയാതെ. ഈ കാട്ടിൽ ഒരു പഴയ കെട്ടിടമുണ്ട്. അവരങ്ങോട്ട് പോകാനാണ് സാധ്യത. ഞാനും വരാം. നമുക്ക് അവരെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. എന്റെ ഈശോയെ, എന്നോട് ക്ഷമിക്കണേ. എന്നെ സ്നേഹിച്ചവരെ ഞാൻ മറന്നു, വേദനിപ്പിച്ചു. എന്റെ പാവം പപ്പയും മമ്മിയും ഞാൻ ഇനി കാണുമോ? എന്റെ ഈശോയെ, എന്നോട് പൊറുക്കണേ. കാവൽ മാലാഖമാരെ അയച്ച് എന്നെയും ഈ കുട്ടികളെയും രക്ഷിക്കണേ. ആരാണ് അവിടെ ഒച്ച വെക്കുന്നത്? ശബ്ദം കേട്ടു പോകരുത്, മനസ്സിലായോ? മുതലാളി ഒന്ന് വന്നാ മതിയായിരുന്നു. ഈ വെറ്റകളൊക്കെ ഇവിടുന്ന് പോയാലൊരു മനസ്സമാധാനാവും. ആമകൾക്കിപ്പോ മനുഷ്യരെക്കാൾ വിലയാ. ഓ, ഇതെല്ലാം കൂടി മുതലാളി എവിടെയാണാവോ കൊണ്ടു കൊടുക്കുന്നത്? അപ്പം തിന്നാ മതി, കുഴി എണ്ണണ്ട. നമുക്ക് കാശ് മതി. മുതലാളി എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. എന്റെ മക്കളെ, നിങ്ങളെയും അവർ വെറുതെ വിട്ടില്ലല്ലോ. മുതലാളി നേരത്തെ വന്നല്ലോ. ഞാൻ എന്റെ സൗകര്യത്തിന് വരും. പോയി പിടിച്ചോണ്ട് വേണം ആ പിള്ളേരെ. ആ ആമകളെയും എടുത്തോ. നിങ്ങൾ ഇവിടെ നിന്നാൽ മതി, ഞാൻ ഇവരെ കൊണ്ടുപോയിക്കോളാം. ആരും പേടിക്കേണ്ട. ഞാൻ മിഖായേൽ മാലാഖ. നിങ്ങളെ ഞാൻ രക്ഷിക്കാൻ വന്നതാണ്. നിങ്ങൾ എല്ലാവരെയും ഞാൻ നിങ്ങളുടെ വീടുകളിൽ എത്തിക്കും. ചിന്നുഅമ്മ നിങ്ങളെ അന്വേഷിച്ച് ഇപ്പൊ ഇവിടെ എത്തും. നിങ്ങൾക്കിനി സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കാം. നല്ല കൂട്ടുകെട്ടുകൾ നമ്മെ നന്മയിലേക്കും ചീത്ത കൂട്ടുകെട്ടുകൾ തിന്മയിലേക്കും നയിക്കും. ദൈവത്തിൽ ആശ്രയിക്കുക, മാതാപിതാക്കളെ അനുസരിക്കുക. നിങ്ങൾക്ക് നല്ലത് വരട്ടെ.